ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷ്ണു പുരാണം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഹരേ കൃഷ്ണ. 5-ാം അധ്യായം. ഈ ഘട്ടത്തിൽ മൈത്രേയൻ്റെ കൗതുകം കുറെ കൂടി മുഴുത്തു. ശിഷ്യൻ ആവശ്യപ്പെട്ടു, ഗുരോ, ആ ബ്രഹ്മാവ് ദേവർഷികൾ, പിതൃക്കൾ, ദാനവന്മാർ, മനുഷ്യർ, പക്ഷിമൃഗാദികൾ, മരങ്ങൾ, ഭൂമിയിലും ആകാശത്തിലും ജലത്തിലും ജീവിക്കുന്ന ജന്തുക്കൾ തുടങ്ങിയവയുടെ സൃഷ്ടി ഏതു വിധത്തിലാണ് നടത്തിയത്? തുടക്കത്തിൽ ഈ ലോകത്തെ ഏത് സ്വഭാവത്തിലും ഏത് സ്വരൂപത്തിലും ഏത് ഗുണത്തിലും ഉണ്ടാക്കി? ഇതും വിസ്തരിച്ച് മനസ്സിലാക്കി തരൂ. പരാശര മഹർഷി ശിഷ്യനെ നിരാശപ്പെടുത്തിയില്ല. അദ്ദേഹം വിശദീകരിച്ചു കൊടുക്കാൻ മുതിർന്നു. ആകട്ടെ, അതിനെക്കുറിച്ചും ഞാൻ ചുരുക്കി പറയാം, ശ്രദ്ധിച്ചു കേൾക്കുക. ആ ബ്രഹ്മാവ് മുൻകാല കൽപ്പങ്ങളിൽ എങ്ങനെയാണ് സൃഷ്ടികർമ്മം തുടങ്ങിയതെന്ന് ഓർക്കാൻ തുടങ്ങി. ഈ ആലോചനയിൽ നിന്നും ഓരോ സർഗങ്ങൾ രൂപപ്പെട്ടു വന്നു. ആദ്യത്തെ സർഗം മഹത്വത്തിൻ്റെ അഥവാ ജീവാത്മാവിൻ്റെ സൃഷ്ടി തന്നെ. രണ്ടാമത്തേത് തന്മാത്രകളുടെ, അത് ഭൂതസർഗമാണ്. മൂന്നാമതായി വരുന്നത് ഐന്ദ്രികമെന്ന വൈകാരിക സർഗം. ഇത് ബുദ്ധിപൂർവകമായിട്ടുണ്ടായ സ്വാഭാവിക സൃഷ്ടിയാകുന്നു. ഈ സ്വാഭാവിക സൃഷ്ടിയാകട്ടെ നിത്യം, നൈമിത്തികം, ദൈനംദിനമെന്ന 3 വിധത്തിലുമുണ്ട്. നാലാമത്തേത് മുഖ്യസർഗം. മുഖ്യമെന്ന് പറഞ്ഞാൽ നഖം തുടങ്ങിയ സ്ഥാവരങ്ങൾ. ഇവയെ ഉദ്ഭിത്തുകളെന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ആഹാരവിചാരം മാത്രമുണ്ടായിരുന്ന താണതരം ജന്തുക്കളുടെ സൃഷ്ടിയാണ് ഉണ്ടായത്. ഇവയെ തിര്യക്കുകളെന്ന് വിളിക്കുന്നു. പക്ഷികളും മൃഗങ്ങളുമെല്ലാം ഈ വകുപ്പിൽപ്പെടും. പിന്നീട് വന്നത് ഊർധ്വശ്രോതസ്സുകളുടെ സൃഷ്ടി. ആറാമത്തെ ഈ സൃഷ്ടി ദേവസ്വർഗം എന്ന പേരിൽ അറിയപ്പെടുന്നു. മേൽലോകവാസികൾ, നൈഷ്ഠിക ബ്രഹ്മചാരികൾ, സ്വാത്വികന്മാർ തുടങ്ങിയവരായിരുന്നു ഈ സർഗത്തിൽ. ബ്രഹ്മാവ് ഈ സൃഷ്ടിക്ക് ദേവകൾ എന്ന് പേരു നൽകി. ഇവരെ അദ്ദേഹം വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ അദ്ദേഹം മുൻ സർഗങ്ങളിൽ വന്ന കുറവ് തീർക്കാൻ നടത്തിയ ശ്രമത്തിൽ മനുഷ്യരും മായയും പിറന്നു. ഞാൻ ഒന്നുകൂടി ക്രമത്തിൽ സംക്ഷേപിക്കാം. ഒന്നാമത്തേത് ബ്രഹ്മസൃഷ്ടി. രണ്ടാമത്തെ സൃഷ്ടി തന്മാത്രകളുടെ, ഇതിന് പഞ്ചഭൂത സൃഷ്ടിയെന്നും മൂന്നാമത്തെ സൃഷ്ടിയെ വൈകാരികമെന്നും വ്യാഖ്യാനിക്കാം. നാലാമത്തെ സൃഷ്ടി സ്ഥാവരം, തിര്യക്, യോനിയിൽ നിന്ന് ജനിക്കുന്നവ അഞ്ചാമത്തെയും മേൽലോകവാസികളെന്ന ദേവന്മാർ ആറാമത്തെയും സൃഷ്ടികളാകുന്നു. മനുഷ്യർ ഏഴാമത്തെ സൃഷ്ടി. എട്ടാമത്തെ സർഗം അല്ലെങ്കിൽ സൃഷ്ടി അനുഗ്രഹം. അത് സാത്വികവും താമസവുമാണ്. സനൽകുമാരൻ തുടങ്ങിയവർ 9ാമത്തെ സർഗത്തിൽപ്പെടും. ഈ സർഗത്തിലുള്ളവർ പ്രപഞ്ചത്തിലെ സമസ്ത സൃഷ്ടികൾക്ക് മൂല കാരണമായി സ്ഥിതി ചെയ്യുന്നു. ഋഷിവര്യ, ഈ ഭാഗം കുറച്ചുകൂടി വിശദമാക്കി തരാൻ കനിവുണ്ടാകണം. മൈത്രേയൻ്റെ ഈ അപേക്ഷ സ്വീകരിച്ച് മഹർഷി വ്യാഖ്യാനത്തിനൊരുങ്ങി. സമസ്ത ജീവികളും സംഹരിക്കപ്പെടുമെന്ന് പറഞ്ഞല്ലോ. എന്നാൽ അപ്പോഴും അതിൽ നന്മ തിന്മകളുടെ തിരിച്ചറിവ് ശേഷി നിലനിൽക്കുന്നുണ്ടാവും. ബ്രഹ്മാവ് മുഖേന പുതിയ സൃഷ്ടിയുണ്ടാവുമ്പോൾ ദേവന്മാർ, സ്ഥാവരങ്ങൾ തുടങ്ങിയ 4 തരത്തിലും പെട്ട പ്രജകൾ ഈ ബുദ്ധി സംസ്കാരത്തോടെയാണ് ജനിക്കുന്നത്. ഇവരെല്ലാം മാനസപ്രജകളുമായിരിക്കും. കാരണം അവയുടെ ജനനം ബ്രഹ്മാവിൻ്റെ ശരീരം മുഴുക്കെ വ്യാപിച്ചിരിക്കുന്ന വായുക്കളൊന്നിൽ നിന്നാണ്. പിന്നീട് ദേവന്മാർ, അസുരന്മാർ, പിതൃക്കൾ, മനുഷ്യർ മുതലായ 4 സൃഷ്ടികൾക്കു വേണ്ടി ബ്രഹ്മാവ് ശരീരനിർമ്മാണം നടത്തുന്നു. ഈ വിധത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരുടെ കാണപ്പെട്ടിട്ടില്ലാത്ത ശരീരങ്ങളോടുകൂടി ബ്രഹ്മാവ് സ്വന്തം സ്ഥൂലരൂപം കൂട്ടിച്ചേർത്തു. താമസഗുണത്തിൻ്റെ അളവ് വർദ്ധിച്ചതുമൂലം
ഇതുകൊണ്ട് ബ്രഹ്മാവിൻ്റെ തുടകളിൽ നിന്ന് ഏറ്റവും ആദ്യം അസുരഗണം പിറന്നു. അപ്പോൾ ആ മിശ്രരൂപത്തിൽ നിന്ന് തമോമായ ഭാവം പുറന്തള്ളപ്പെട്ടു. ഇങ്ങനെ ത്യജിക്കപ്പെട്ട തമോ ഗുണത്തിൽ നിന്ന് രാത്രിയുണ്ടായി. അതിനുശേഷം ബ്രഹ്മാവ് സാത്വിക ഗുണം മാത്രമുള്ള മറ്റൊരു ശരീരമെടുത്തു. എന്നിട്ട് തൻ്റെ ആമുഖത്തു നിന്ന് സത്വഗുണം നിറഞ്ഞ ദേവി സൃഷ്ടി നടത്തി. അദ്ദേഹം ഈ സത്വഗുണം ഉപേക്ഷിച്ചപ്പോൾ അതിൻ്റെ പ്രഭ നാം കാണുന്ന പകൽ നേരമായി രൂപാന്തരപ്പെട്ടു. ഇതുകൊണ്ട് അസുരന്മാർ രാത്രി നേരത്തും ദേവന്മാർ പകൽ സമയത്തും ശക്തന്മാരായി തീർന്നു. വീണ്ടും ബ്രഹ്മാവ് സദ്ഗുണാത്മകമായ വേറൊരു ദേഹം സ്വീകരിച്ച് കാട്ടകളിൽ നിന്ന് പിതൃക്കൾക്ക് ജന്മം നൽകി. ഇത്തവണ അദ്ദേഹം ഒഴിവാക്കിയപ്പോൾ അതിൽ നിന്ന് പകലിനും രാത്രിക്കുമിടയിലെ സന്ധ്യാവേള പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം സൃഷ്ടികർത്താവ് രജോ ഗുണത്തോടു കൂടിയ ദേഹം സ്വീകരിച്ചതുമൂലം മനുഷ്യജാതി ജനിക്കാനിടവന്നു. മനുഷ്യജാതി ജനിച്ചതും ഈ രജോ ഗുണത്തിൻ്റെ ആധിക്യം കൊണ്ടുതന്നെ. ബ്രഹ്മാവ് രജോ ഗുണപ്രധാന ശരീരം കളഞ്ഞപ്പോഴാണ് നിലാവുണ്ടായത്. മനുഷ്യൻ പുലർകാലത്തും പിതൃക്കൾ സന്ധ്യാവേളയിലും ശക്തരായിത്തീരാൻ ഇതാണ് കാരണം. ശിഷ്യ, നിലാവ്, രാത്രി, പകൽ, സന്ധ്യ എന്നിവ നാലും ബ്രഹ്മാവിൻ്റെ ശരീരമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. ഇതുപോലെ തന്നെ മറ്റു ശരീരങ്ങൾ സ്വീകരിച്ച് ബ്രഹ്മാവ് വിശപ്പ്, ക്രോധം മുതലായവയ്ക്കും ജന്മം നൽകി. പിന്നീട് അദ്ദേഹം വിരൂപികളും നീണ്ട താടിമീശകളും തല നിറയെ നീണ്ട മുടികളും ഒടുങ്ങാത്ത വിശപ്പ് കൊണ്ട് അലറുന്നവരുമായ കുറേ ജീവികളെ സൃഷ്ടിച്ചിറക്കി. അവരാണെങ്കിൽ പിറന്ന ഉടനെ സൃഷ്ടിച്ച പിതാമഹനെ തന്നെ പിടിച്ചു തിന്നാൻ പാഞ്ഞു ചെന്നു. അക്കൂട്ടത്തിൽ ചിലർ അങ്ങനെ ചെയ്യരുത്, അദ്ദേഹത്തെ ഒഴിവാക്കൂ എന്നെല്ലാം ഓടുന്നവരെ വിലക്കി. അങ്ങനെ വിലക്കിയവർക്ക് യക്ഷന്മാരെന്ന പേര് വന്നു. ഇല്ല, ഞങ്ങൾ തിന്നേ അടങ്ങുകയുള്ളൂവെന്ന് ശഠിച്ചവർ രാക്ഷസന്മാരായും തീർന്നു. ഇവരിൽ രണ്ടാമത്തെ വിഭാഗക്കാരോട് ബ്രഹ്മാവിന് വല്ലാത്ത ദേഷ്യം തോന്നി. ആ ഈറ കാരണം സൃഷ്ടികർത്താവിൻ്റെ തലയിലെ മുടി മുഴുവനും കൊഴിഞ്ഞു വീണു. വീഴാതെ നിന്ന കുറച്ചെണ്ണം ഉച്ചിയിലേക്കും കയറിച്ചെന്നു. ഇങ്ങനെ മുടികളുടെ സമർപ്പണമെന്ന ഉച്ചിയിലേക്ക് കയറിച്ചെല്ലൽ കൊണ്ട് സർപ്പങ്ങളുണ്ടായി. ഹീനത കാരണം ഇവയ്ക്ക് അഹി എന്നും പേരു വന്നു. ഇവയുടെ ഉടലുകൾക്ക് തവിട്ടു നിറമാണ്. ബ്രഹ്മാവ് കോപിച്ചിരിക്കുമ്പോഴായിരുന്നല്ലോ ഉൽപ്പത്തി. തന്മൂലം ഇവ ഉഗ്രസ്വഭാവികളും മാംസാഹാരികളുമായി തീർന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ദേഹത്തുനിന്ന് ഗന്ധർവന്മാർ വന്നു. കവിതകളും ഗാനങ്ങളും രചിച്ച് അവ നീട്ടിപ്പറഞ്ഞും പാടിയും പ്രത്യക്ഷപ്പെട്ട ഇവരെ ഗന്ധർവന്മാരെന്ന് വിശേഷിപ്പിക്കുന്നു. തുടർന്ന് വിധാതാവ് വയറ്റിൽ നിന്നും ഇരു കക്ഷങ്ങളിൽ നിന്നും പശുക്കളെയും കാലുകളിൽ നിന്ന് കുതിര, ആന, ഒട്ടകം, മാൻ തുടങ്ങിയ അനേകം മൃഗങ്ങളെയും നെഞ്ചിൽ നിന്ന് പക്ഷികളെയും സൃഷ്ടിച്ചു വിട്ടു. അവിടുത്തെ ശരീരത്തിലെ രോമങ്ങളിൽ നിന്നാണ് കായ്കളും കനികളും കിഴങ്ങുകളും ഉണ്ടാകുന്ന മരങ്ങളും സസ്യങ്ങളും മുളച്ചത്. പശു, ആട്, കുതിര, കഴുത മുതലായവയെല്ലാം നാട്ടുമൃഗങ്ങളെന്നറിയപ്പെട്ടു. സിംഹം തുടങ്ങിയവയും ഇരട്ടക്കുളമ്പുകളുള്ള മൃഗങ്ങളും ആന, കുരങ്ങ്, പക്ഷി, ആമ, ഇഴവർഗ്ഗങ്ങൾ കാട്ടുജീവികളായും തീർന്നു. ബ്രഹ്മാവ് അദ്ദേഹത്തിൻ്റെ ആദിമൂലത്തിൽ നിന്ന് ഗായത്രി, ഋഗ്വേദം, അഗ്നിഷ്ടോകം, രഥന്തരം, ത്രിവൃത്തസ്ഥാപം എന്നിവ സൃഷ്ടിച്ചു. വിരിഞ്ചൻ്റെ 4 മുഖങ്ങളിൽ നിന്ന് യജുർവേദം, സാമവേദം, അതിരാത്രം, അഥർവം തുടങ്ങിയവയും ഉണ്ടായി. ഈ വിധത്തിൽ പ്രപഞ്ചത്തിലേക്ക് വേണ്ട സകല വസ്തുക്കളും ജീവികളും സാധന സാമഗ്രികളും ബ്രഹ്മാവിൽ നിന്ന് വന്നു. ആറാം അധ്യായം. ഈ സമയത്ത് മൈത്രേയനിൽ നിന്ന് മറ്റൊരു അഭ്യർത്ഥന പുറപ്പെട്ടു. ഗുരു, ഇനി അവിടുന്ന് വർണ്ണാശ്രമ ധർമ്മങ്ങളെക്കുറിച്ചും അവയുടെ കർത്തവ്യ കർമ്മങ്ങളെക്കുറിച്ചും പറഞ്ഞു തരൂ. പരാശര മഹർഷി ശിഷ്യൻ്റെ അഭ്യർത്ഥനയിൽ സന്തോഷിച്ചു തുടർന്നു.
ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്നാണ് സത്വഗുണക്കാരായ മനുഷ്യപ്രജകൾ ജന്മമെടുത്തത്. നെഞ്ചിൽ നിന്ന് രജോഗുണയുക്തരായ സന്തതികളും കാലുകളിൽ നിന്ന് താമസ സ്വഭാവികളായ ജനങ്ങളും ജാതരായി. ഈ 4 കൂട്ടരെയും അദ്ദേഹം 4 വിഭാഗക്കാർ അല്ലെങ്കിൽ 4 വർണ്ണക്കാരാക്കി. തൻ്റെ മുഖത്തു നിന്ന് ജനിച്ചവർ ബ്രാഹ്മണർ, നെഞ്ചിൽ നിന്നുണ്ടായവർ ക്ഷത്രിയർ, അരക്കെട്ടിൽ നിന്ന് വന്നവർ വൈശ്യർ, കാലുകളിൽ നിന്ന് വന്നവർ ശൂദ്രർ എന്നിങ്ങനെ. പ്രപഞ്ചത്തിന് മുഴുവൻ നന്മയും മംഗളമുണ്ടാക്കി കൊടുക്കുന്ന കർമ്മമാണ് യജ്ഞം. ആ യജ്ഞകർമ്മങ്ങൾ ഭംഗിയായും ശുഭമായും നടന്നു പോകാൻ വേണ്ടിയാണ് ബ്രഹ്മദേവൻ ഇങ്ങനെ 4 വർണ്ണം സൃഷ്ടിച്ചത്. മനസ്സ് ശുദ്ധമാക്കി ഉള്ളിൽ സർവേശ്വരനെ പ്രതിഷ്ഠിക്കാനും ഇതുകൊണ്ട് ജീവികൾക്ക് സാധിക്കുമെന്ന് അദ്ദേഹം കരുതി. തദ്വര അവർക്ക് വിഷ്ണുപദം ചേരാനും കഴിയുമല്ലോ. എന്നാൽ കാലക്രമേണ പ്രജകളിൽ അധർമ്മം കാരണം തമോമയമായ ലോഭം വർദ്ധിച്ചു വന്നു. ലോഭം ഉഗ്രമായ പാപവിചാരത്തിന് വഴിയൊരുക്കി തുടങ്ങി. പാപകർമ്മങ്ങൾ കൊണ്ടും പലതരം ദുഃഖങ്ങൾ കൊണ്ടും വലഞ്ഞ ജനങ്ങൾ വൃക്ഷക്കൊമ്പുകളിലും നദിക്കരകളിലും രക്ഷാസ്ഥാനങ്ങൾ നിർമ്മിച്ച് പാർക്കാൻ മുതിർന്നു. തണുപ്പും ചൂടും തടുക്കാൻ വേണ്ടി അവർ ആ വക സ്ഥലങ്ങളിൽ മാടങ്ങളും കൃത്രിമ കോട്ടകളും നഗരങ്ങളുമുണ്ടാക്കി താമസിക്കാൻ ശീലിച്ചു. ഈ പ്രവർത്തനങ്ങൾക്കിടയിൽ ആ കൂട്ടർ കൃഷി, കരകൗശല വിദ്യ മുതലായവയുടെ ആദ്യ പാഠങ്ങളും പഠിച്ചെടുത്തു. ലോക നന്മയ്ക്കും മംഗളത്തിനും യജ്ഞമായിരുന്നല്ലോ പ്രധാന കർമ്മം. യജ്ഞങ്ങൾക്ക് ധാന്യം കൂടിയേ തീരുകയുള്ളൂ. ഓരോ യജ്ഞത്തിനും 14 തരം ധാന്യമാണ് വേണ്ടത്. യജ്ഞം വഴിക്ക് നെല്ല്, ചോളം, ഗോതമ്പ്, എള്ള്, ഉഴുന്ന്, കടല, മുതിര തുടങ്ങിയ 17 തരം ധാന്യങ്ങൾ കൃഷി ചെയ്യേണ്ട രീതിയും അവർ മനസ്സിലാക്കി. യജ്ഞം പ്രത്യേക തരത്തിൽപ്പെട്ട വ്യക്തി മുഖേന ചെയ്യേണ്ട ഉത്തമമായ അനുഷ്ഠാനമാണല്ലോ. അത് മനുഷ്യരുടെ പാപം ദൂരീകരിക്കുന്നു. മനുഷ്യരെ സൃഷ്ടിക്കുകയും അവർക്ക് നിത്യവൃത്തിക്ക് സൗകര്യമുണ്ടാവുകയും ചെയ്തപ്പോൾ ബ്രഹ്മാവ് വർണ്ണാശ്രമധർമ്മങ്ങൾക്ക് വിശദരൂപം കൊടുത്തു. അവ ശരിക്ക് പാലിക്കുന്നവർക്കുള്ള ലോകങ്ങളും തീർച്ചപ്പെടുത്തി. കർമ്മനിഷ്ഠരായ ബ്രാഹ്മണർക്ക് പ്രജാപത്യലോകം, യുദ്ധത്തിൽ പൊരുതി വീരമരണമടയുന്ന ക്ഷത്രിയർക്ക് ഇന്ദ്രലോകം, സ്വധർമ്മം പാലിച്ച് മരിക്കുന്ന വൈശ്യന്മാർക്ക് ദേവലോകം, ഏകാഗ്രതയോടെ ശുശ്രൂഷാകർമ്മങ്ങൾ നടത്തുന്ന ശൂദ്രന് ഗന്ധർവലോകം, 88,000 നൈഷ്ഠിക ബ്രഹ്മചാരികളായ മുനിമാർക്ക് ജനർലോകമാണ് ബ്രഹ്മാവ് നൽകിയിരിക്കുന്നത്. ഗുരുവിൻ്റെ കൂടെ കഴിഞ്ഞു പോരുന്ന ബ്രഹ്മചാരികൾക്കും ഈ ലോകം തന്നെ കിട്ടുന്നതാണ്. സപ്തർഷി മണ്ഡലത്തിലെ തപോലോകം വാനപ്രസ്ഥക്കാർക്കും പ്രജാപത്യലോകം ഗൃഹസ്ഥന്മാർക്കും നീക്കിവച്ചിരിക്കുന്നു. സന്യാസികളുടെ ലോകത്തിന് നൽകിയിരിക്കുന്ന പേര് ബ്രഹ്മം. യോഗികളുടെ ലോകം അമൃത്. ഈ അമൃതാണ് വിഷ്ണുപദമെന്ന നാമത്തിൽ അറിയപ്പെടുന്നത്. ജ്ഞാനികൾക്കു മാത്രമേ ഈ ലോകം കാണാൻ കഴിയുകയുള്ളൂ. ആ ലോകത്തെത്തി ഓം നമോ ഭഗവതേ വാസുദേവായ മന്ത്രം ജപിക്കുന്ന യോഗികൾ പിന്നീടൊരിക്കലും ഭൂമിയിൽ ജനിക്കുകയില്ല. ഉറങ്ങുന്നവർക്കും യജ്ഞങ്ങൾ തടസ്സമുണ്ടാക്കുന്നവർക്കും സ്വധർമ്മം ത്യജിച്ച് നടക്കുന്നവർക്കുമുള്ളതാണ് നരലോകം. അവിടെ തമിശ്രം, രൗരവം, കാലസൂത്രം, അവീചി തുടങ്ങിയ 28 സ്ഥാനങ്ങളുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു. അടുത്ത ദിവസം അടുത്ത ഭാഗം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും പതിവ് പോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക. താങ്ക് യു.